ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപവസിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇനിയും നിങ്ങൾ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ സന്ദേശം കേൾക്കാതെ നിങ്ങൾ ഇനി ഉപവസിക്കരുത്. കാരണം നിങ്ങൾ തെറ്റായ ചില ബോധ്യങ്ങളിലേക്ക് പെടാനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉപവസിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യാനും കയറി ഈ വീഡിയോ എന്താണ് പറയുന്നതെന്നൊന്ന് കേൾക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും അതൊരു ദൈവിക നിയോഗമുള്ളത് കൊണ്ടാണ്. സോ ഈ 10 മിനിറ്റുള്ള സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദയവായി വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കണമേ. കഴിയുന്നവർക്കൊക്കെ ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഇതറിയാതെ ഉപവസിക്കുന്നവർ ഫലപ്രാപ്തിയിൽ എത്തിക്കൊള്ളണമെന്നില്ല. അവരുടെ ഉപവാസത്തിന് ദൈവം കൊടുക്കുന്ന മറുപടികൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. നമുക്ക് സന്ദേശത്തിലേക്ക് പോകാം. ഉപവാസം എന്ന് കേൾക്കുമ്പോൾ ഭക്ഷണം 1, 2, 3 നേരത്തേക്ക് പൂർണ്ണമായോ ഭാഗികമായോ മാറ്റിവെച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടോ ഭക്ഷണം ഒരു നേരം കഴിച്ചുകൊണ്ടോ 3 നേരവും ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിക്കൊണ്ടോ ഒക്കെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എന്നുള്ള സാധാരണ ബോധ്യത്തിൽ നിന്ന് വലിയ ഒരു വെളിപ്പാടിലേക്ക് ഇന്ന് നിങ്ങൾ കയറുക. അതിതാണ് ഉപവാസം എന്നത് നിങ്ങളുടെ ആത്മാവിന്റെ സ്പിരിച്വൽ ഫ്രീക്വൻസി കൂട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. ഉപവാസം ഭക്ഷണം നിഷേധിക്കുന്ന ഒരു പ്രവൃത്തിയല്ല, ആത്മാവിൽ ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷന് ഇടം കൊടുക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഉപവാസ ദിവസങ്ങളിൽ അതിശക്തമാകുന്ന ആത്മീയ ആക്രമണങ്ങൾ 1-ാം ദിവസം മുതൽ തന്നെ ദൈവമക്കൾക്ക് ഉപവസിക്കുന്നവർക്ക് വരുന്നത്. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഇൻസൈറ്റ്, അതടുത്ത ഒരു തലത്തിലേക്ക് തുറന്നു വരുന്ന പുതിയൊരു പ്രകാശത്തിലേക്ക് വരുന്ന ഒരു ഐ ഓപ്പണിംഗ് മെസ്സേജ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഉപവാസം ശരീരത്തെ അല്ല, ആത്മീയ ഘടനകളെയാണ് ആദ്യം അസ്വസ്ഥമാക്കുന്നത്. ആത്മീയ ഘടനകൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാനിയേലിന്റെ പ്രവചന പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ ഉപവസിക്കുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ അവിടെ തടയപ്പെടുകയല്ല വാസ്തവത്തിൽ സംഭവിക്കുന്നത്. പിന്നെയോ അവിടെ പേർഷ്യയുടെ രാജ്യം ഭരിച്ചിരുന്ന ആ പ്രഭുത്വ ശക്തികളുടെ ഘടനകൾക്കാണ് തട്ട് സംഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് ഉപവസിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, നിങ്ങൾ അതിനുവേണ്ടി ചില പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ തന്നെ ചില പൈശാചിക ആത്മീയ ഘടനകൾ, അതായത് നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ നന്മകളെ ഡിലേ ചെയ്യിക്കുന്ന, നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്ങിനെ വൈകിപ്പിക്കുന്ന, നിങ്ങളുടെ ചില ബ്ലെസ്സിങ്സിനെ സ്തംഭിപ്പിച്ചു വെച്ചിരിക്കുന്ന, മുടക്കിയിട്ടിരിക്കുന്ന, നിങ്ങൾ ആത്മീയ നിലവാരത്തെ മന്ദീഭവിപ്പിക്കുന്ന പൈശാചിക രാജ്യങ്ങൾ, അതിന്റെ ഘടനകൾ, അതിന്റെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് അസ്വസ്ഥമാകുകയാണ്. കാരണം നിങ്ങൾ ഉപവസിക്കുക എന്നത് ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുക എന്ന ഒരു തീരുമാനത്തിലാണ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്ന് ഉപവസിക്കാൻ പോകുന്നു, 1 നേരത്തെ ഭക്ഷണം 3 നേരത്തെ ഭക്ഷണം ഞാൻ ഒഴിവാക്കുന്നു, ആ സമയവും കൂടെ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോകുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതല്ല വാസ്തവത്തിൽ ആ ആത്മീയ സിസ്റ്റത്തെ അസ്വസ്ഥമാക്കുന്നത്. നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളതല്ല ആ ആത്മീയ സിസ്റ്റത്തെ അസ്വസ്ഥമാക്കുന്നത്. പകരം ആ സമയവും ഞാൻ ദിവസവും മറ്റു പ്രവൃത്തികൾ ചെയ്യുന്ന സമയവും കൂടെ ചേർത്ത് ഞാൻ ദൈവത്തിന് കൊടുക്കാൻ പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ ഒരു തീരുമാനമാണ് സാത്താനീയ സിസ്റ്റത്തെ, അവന്റെ ആത്മീയ ഘടനയെ, പ്രവൃത്തിയെ അസ്വസ്ഥമാക്കുന്നത്. Praise the Lord. അതുകൊണ്ട് ഉപവാസ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന, ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ആത്മീയ സമ്മർദ്ദങ്ങൾ നിങ്ങളൊരു പരാജയമായി കാണരുത്. നിങ്ങളൊരു റൈറ്റ് റൂട്ടിലാണ് നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ
ഒരു തെളിവ്. അസ്വസ്ഥമായില്ലെങ്കിലാണ് നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ടത്. പൈശാചിക രാജ്യങ്ങൾ അസ്വസ്ഥമാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്മർദ്ദങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾ സംശയിക്കണം. കാരണം നിങ്ങൾ ഒരു സ്പിരിച്വൽ എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ സമ്മർദ്ദം എന്ന് പറയുന്നത് മറഞ്ഞു കിടക്കുന്ന ബന്ധനങ്ങൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉപരിതലത്തിലോട്ട് വരും. നമ്മൾ ഉപവസിക്കുന്ന സമയത്ത് നമുക്കറിയത്തില്ല, നമ്മുടെ അകത്ത് പല തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും സമ്മർദ്ദങ്ങളും മുറിവുകളും എല്ലാം മറഞ്ഞു കിടക്കും. ഉപവസിക്കുന്ന സമയത്തിൽ നമ്മുടെ ശരീരം ബലഹീനമാകുകയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ബലം ക്ഷയിക്കുന്നു, അകത്തെ ആത്മാവിന്റെ ബലം പുതുക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായി ആന്തരികമാകുന്ന തീ കത്തുകയും തൽഫലമായി അതിന്റെയൊക്കെ ഹൃദയത്തിന്റെ അടിത്തട്ടിലൊക്കെ മറഞ്ഞു കിടക്കുന്ന ചില വികാരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പ്രലോഭനങ്ങൾ എല്ലാം പുറന്തള്ളാനായിട്ട് തുടങ്ങും. അതൊരിക്കലും നിങ്ങളൊരു പരാജയമായി കാണരുത്. ഇതൊരു സാത്താനി ആക്രമണമെന്ന് ഇതൊരു സാത്താനി ആക്രമണമാണ് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാതിരിക്കുകയും വരുത്. നിങ്ങൾ വിവേചിക്കണം. ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ഈ ആക്രമണങ്ങൾ പുറത്തേക്ക് വരുന്നത് നിങ്ങളെ ക്ലെൻസ് ചെയ്യാനുള്ള ഒരു ദൈവത്തിന്റെ ഒരു ക്ലെൻസിങ് പാറ്റേൺ ആണത്. അത് നിങ്ങളെ പ്യൂരിഫൈ ചെയ്തെടുക്കാനുള്ള ഒരു സ്പിരിച്വൽ റൂൾ ആണത്. ഹല്ലേലൂയ. സ്പിരിച്വൽ റൂൾ ആണത്. അകം ക്ലെൻസ് ചെയ്യുക. കാരണം അകം ക്ലെൻസ് ചെയ്താലേ വരും ദിവസങ്ങളിലുള്ള ദൈവത്തിന്റെ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ സ്പിരിച്വൽ ഫ്രീക്വൻസി ഹൈ ആകുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ സ്പിരിച്വൽ ഫ്രീക്വൻസി ഹൈ ആകണമെങ്കിൽ നമ്മുടെ ഇന്നർ പാർട്ട് ക്ലിയർ ആകണം. നമ്മുടെ അകം ശുദ്ധീകരിക്കപ്പെടണം. എല്ലാ അശുദ്ധിയും വെച്ചോണ്ട് നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റൂ. പ്രലോഭനങ്ങൾ വെച്ചോണ്ട് ദൈവശബ്ദം കേൾക്കാൻ പറ്റൂ. മുറിപ്പാടുകൾ വെച്ച്, കോപം വെച്ച്, വൈരാഗ്യം വെച്ച്, അസൂയ വെച്ചോണ്ട് നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉപവാസം ഒരു പുതിയ ആക്രമണം ഉണ്ടാകുകയല്ല. ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പറയാം. നിങ്ങൾ ഉപവസിക്കുന്ന ആദ്യ ദിവസം നിങ്ങൾ പിശാചുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ ഉപവസിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളോടാണ് യുദ്ധം ചെയ്യുന്നത്. മനസ്സിലാവുന്നത്? നമ്മൾ ഉപവസിക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം നമ്മുടെ പിശാചുമായിട്ട് യുദ്ധം ചെയ്ത് ഇന്നത്തെ അനുഗ്രഹം പിടിച്ചെടുക്കുക അല്ല. നമ്മൾ ഉപവസിക്കുന്ന ആദ്യ ദിവസം മുതൽ 1-2 ദിവസത്തേക്കൊക്കെ 2-3 ദിവസത്തേക്കൊക്കെ നമ്മളോട് തന്നെ യുദ്ധം ചെയ്ത് നമ്മുടെ പഴയ മനുഷ്യനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നമ്മൾ ജയിക്കാനുള്ള ആദ്യം നമ്മുടെ പഴയ മനുഷ്യനോടാണ്. കാരണം എന്താ? ഉപവസിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് വിശപ്പ് നിങ്ങളെ അറ്റാക്ക് ചെയ്യാറില്ലേ? പഴയ മനുഷ്യനോടുള്ള അറ്റാക്കാണ്. ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഞാനങ്ങ് നിർത്താൻ പോവാ, ഒരു നേരെങ്കിലും കഴിക്കാതെ എനിക്ക് വയ്യായേ, ക്ഷീണിക്കുന്നേ, തളരുന്നേ എന്നൊക്കെയുള്ള. ഞാൻ ഇത് പറയുന്നത് മെഡിസിൻ എടുക്കുന്നവരോടല്ല, ഇപ്പൊ ഒരു ഡോക്ടർ കൺസൾട്ടേഷനിൽ ഇരിക്കുന്നവരോടല്ല. ഇത് ദൈവം ഉപവസിക്കണം എന്ന് നിയോഗം തന്നിട്ട് ഉപവസിക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം ഒരസുഖവും ഇല്ലാണ്ട് ആത്മീയ ആക്രമണം കൊണ്ട് വിശപ്പ് വരികയും കഴിക്കണമെന്ന് തോന്നുകയും ഉപവാസം പകുതി ഇട്ട് മുറിച്ചു പോവുകയും ചെയ്യുന്ന ആൾക്കാരോട് മാത്രമാണ് പറയുന്നത് കേട്ടോ. മെഡിസിൻ എടുക്കുന്നവര് കൃത്യമായിട്ട് നിങ്ങൾ അത് ഡോക്ടറുടെ കൺസെന്റ് ഇല്ലാതെ നിങ്ങൾ ഉപവസിക്കരുത്. അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ. അപ്പോൾ ആദ്യത്തെ തെളിവുകളിലൊക്കെ നമ്മളോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, നമ്മുടെ പഴയ മനുഷ്യനോട്. അതുകൊണ്ടാണ് ഉപവാസ ദിവസങ്ങളിൽ ഭയങ്കരമാകുന്ന സമ്മർദ്ദങ്ങൾ നമ്മളിലേക്ക് വരും. എന്താ അത്? നമ്മുടെ പഴയ കോപമൊക്കെ ഇങ്ങോട്ട് ഒരു കാരണമില്ല നമ്മൾ കോപിക്കാൻ തുടങ്ങും. ചെറിയ ഒരു പ്ലേറ്റ് വീട്ടിൽ വീണാൽ മതി, നമ്മൾ ഉടനെ പൊട്ടിത്തെറിക്കും. പ്ലേറ്റ് വീണതിനേക്കാൾ ശബ്ദമായിരിക്കും നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്, അല്ലെ? ഒരു കപ്പ് താഴെ വീണാൽ മതി, ഒരു സ്റ്റീൽ കപ്പ് താഴെ വീണാൽ മതി, ഇച്ചിരി ഒച്ച നമ്മൾ കേൾക്കാം. അതിനേക്കാൾ ഒച്ചത്തിലായിരിക്കും നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്ത്. എവിടെ നോക്കിയാണ് അത് കപ്പെടുക്കുന്നത്, ഇവിടെ നോക്കിയാണ് ഈ കപ്പെടുക്കുന്നത്. കണ്ണ് കാണാൻ പാടില്ലേ? കപ്പ് വീണത് ഇച്ചിരി ശബ്ദമേ ഉള്ളൂ, നമ്മുടെ ഒച്ചയാണ് ഏറ്റവും അവിടെ ഹൈലൈറ്റ് ചെയ്ത്. ആ കോപം. നിങ്ങൾ വിഷമിക്കരുത്. കാര്യം എന്താ? അകത്തെ മനുഷ്യൻ നമ്മുടെ പഴയ മനുഷ്യനെ മനസ്സിലാക്കിയിട്ട് അവിടെ ക്ലിയർ ചെയ്യാണ്. നിനക്ക് ഇങ്ങനൊരു ബലഹീനത നിനക്കുണ്ട്, ഇങ്ങനൊരു കോപം നിനക്കുണ്ട്. നീ പ്രാർത്ഥിക്കണം. ആ സമയം നീ പ്രാർത്ഥിക്കണം. അതിന് അത് വിഷമിക്കുമല്ല വേണ്ടേ? അയ്യോ ഞാൻ പാപം ചെയ്തു പോയില്ല, അതല്ല. കർത്താവേ, എന്റെ കോപത്തിന്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് കത്തിച്ച് കളയണമേ. പഴയ ഓർമ്മകൾ വരും. ഉപവസിക്കുന്ന ദിവസങ്ങൾ നമ്മൾ കളഞ്ഞ കേസുകളാണ്, പക്ഷെ നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ ഓർമ്മകൾ
നമ്മുടെ കൺമുന്നിലേക്ക് വരും. പഴയ ഓർമ്മകൾ, ബാല്യകാല മുറിവുകൾ, പഴയ പാപത്തിന്റെ ചിന്താഗതികൾ, ഓർമ്മകൾ എല്ലാം നമ്മുടെ കൺമുന്നിലേക്ക് വരും. നിങ്ങൾ അവിടെ ഇട്ടേച്ച് ഓടരുത്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നീ എനിക്കിത് വെളിപ്പെടുത്തി തരുന്നതിന് നന്ദി, വെളിപ്പെടുത്തി തരുന്നതിന് നന്ദി. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഉപവാസ ദിവസം ദൈവശക്തിയാൽ അതിനെ ഞാൻ തുടച്ചു നീക്കുകയാണ്. എന്റെ ഓർമ്മകളിൽ നിന്ന് അത് മാറിപ്പോകട്ടെ പറയുക. പ്രലോഭനങ്ങൾ വരും, വേണ്ടാത്ത ആവശ്യമില്ലാത്ത ചില പ്രലോഭനങ്ങൾ വരും. ദൈവമേ നിനക്ക് നന്ദി, ആ പ്രലോഭനം എന്ന ഒരു പഴയ വേര് എന്റെ അകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ പഴയ പ്രലോഭനം മാറിപ്പോകട്ടെ. നമുക്ക് വൈരാഗ്യം വരും, ചില വ്യക്തികളോട് വൈരാഗ്യം വരും. എന്നാലും അന്ന് ആ വ്യക്തി എന്നോട് അങ്ങനെ, നമുക്ക് വൈരാഗ്യം വരും. കളഞ്ഞ കേസാ, 2 മാസവും കഴിഞ്ഞു, പക്ഷെ വീണ്ടും നമുക്ക് ആ വ്യക്തിയോട് ഒരു കയ്പ് പൊങ്ങി വരും. ഇതെല്ലാം അകത്ത് കിടക്കുന്ന സാധനമാണ്. നമ്മൾ അറിഞ്ഞു ഇതുവല്ലത്. ഉപവസിച്ചപ്പോ ശരീരം അങ്ങ് ബലഹീനമായപ്പോ ആത്മാവ് ശക്തീകരിക്കപ്പെടാൻ തുടങ്ങിയപ്പോ മനസ്സിന്റെ അടിത്തട്ടിലൊക്കെ കിടക്കുന്ന പഴയ സാധനങ്ങൾ പൊങ്ങി വന്നു. ദൈവം വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ഉപവസിക്കുന്ന ദിവസം മറിഞ്ഞു കിടക്കുന്ന ചില ബന്ധനങ്ങൾ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇത് നമ്മൾ വിവേചിക്കണം. ഇത് പൈശാചിക ശക്തികളാണോ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്, അതോ നമ്മുടെ അകത്ത് തന്നെ മറിഞ്ഞു കിടക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അത് അസസ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കരമായി കോപിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് സാധനം കൊണ്ടുവരുമെന്ന് വേണ്ട, ഓൾറെഡി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന സാധനമാണ്. അതിന് നമ്മൾ പ്രാർത്ഥിച്ചെടുത്ത് പുറത്ത് കളഞ്ഞാൽ മതി. നമുക്ക് ഭയങ്കര പ്രലോഭനമുള്ള ഒരാളാണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ലസ്റ്റിന്റെ ഒക്കെ ഭയങ്കര ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കര വല്ലാത്തൊരു തരം പലതരത്തിലുള്ള പാപചിന്തകളും പാപപ്രവണതകളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ഉപവസിക്കുന്ന ദിവസം അത് പുതിയതായിട്ട് വരുന്നതൊന്നുമല്ല. നമ്മളിലുള്ള സാധനം ദൈവം വെളിപ്പെടുത്തുന്നു. നമ്മൾ അതിന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവേ, അതിന്റെ വേര് കത്തിപ്പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് അതിനെ ജയിക്കാനായിട്ട് കഴിയും. 3-ാമത്തെ കാര്യം, ഉപവാസ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് നിങ്ങളുടെ ശരീരമല്ല, നിങ്ങളുടെ തീരുമാനത്തിന് നേരെയാണ് ആക്രമണം. നിങ്ങൾ യേശു കർത്താവിന്റെ ഉപവാസ ദിവസത്തെ കുറിച്ച് നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിലും അതുപോലെ ലൂക്കോസിലും എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ ആക്ച്വലി കർത്താവിന്റെ ഫൈറ്റ് എന്ന് പറയുന്നത് അപ്പം തിന്നാൻ വേണ്ടിയിട്ടല്ല, വിശപ്പിന് നേരെയല്ല ഫൈറ്റ്, കർത്താവിന്റെ ശരീരത്തിന് നേരെയല്ല ഫൈറ്റ്, കർത്താവിന്റെ തീരുമാനത്തിന് നേരെയായിരുന്നു ഫൈറ്റ്. അപ്പോൾ ഉപവാസ ദിവസം നിങ്ങൾക്ക് നേരെ ആക്രമണം വരാൻ സാധ്യതയുണ്ട്. എന്തിനു നേരെ? നിങ്ങളുടെ ശരീരത്തിന് നേരെയല്ല, നിങ്ങളുടെ വയറിന് നേരെയല്ല, നിങ്ങളുടെ നാവിന് നേരെയല്ല, നിങ്ങളുടെ തീരുമാനത്തിന് നേരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വിശപ്പ് എന്നതല്ല അവിടുത്തെ ഫൈറ്റ്. ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ആ സമയം ദൈവത്തിന് കൊടുക്കുന്നു എന്ന തീരുമാനത്തിന് നേരെയാണ് ഫൈറ്റ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ തിരിച്ചറിയുക, മുന്നമേ നിങ്ങളുടെ തീരുമാനം യേശുവിന്റെ നാമത്തിനകത്ത്, രക്തത്തിനകത്ത് പ്രൊട്ടക്ട് ചെയ്യുക. അതുകൊണ്ട് ഉപവാസ ദിവസങ്ങളിൽ നിങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആത്മീയ വിവേകം ഉപയോഗിക്കണം. ഉപവാസ ദിവസങ്ങളിൽ നിങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ആത്മീയ വിവേകം ഉപയോഗിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ എങ്ങനെ എനിക്ക് എന്ത് ഫൈറ്റ് വന്നാലും ഉറച്ചു നിൽക്കാം എന്നുള്ളത് നിങ്ങൾ വളരെ മുൻകരുതലോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ഉപവസിക്കുക. നമ്മുടെ ഉപവാസ ദിവസങ്ങളിൽ ആത്മാവ് കൂടുതൽ സെൻസിറ്റീവ് ആവും. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയ ഫിൽറ്ററിങ് നമുക്ക് ആവശ്യമാണ്. ഉപവാസ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ പലരും അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉള്ളവരാണ്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ താഴെ കമന്റ് എഴുതണം കേട്ടോ. ഉപവാസ ദിവസങ്ങൾ നമ്മൾ വളരെ ഫിൽട്ടർ ചെയ്യണം. സാത്താൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും. നമ്മൾ നമ്മുടെ കണ്ണുകൾ നിയന്ത്രിക്കും, മനസ്സ് നിയന്ത്രിക്കും, വായു നിയന്ത്രിക്കും, നാവ് നിയന്ത്രിക്കും, ബോഡി നിയന്ത്രിക്കും, എല്ലാം നമ്മൾ നിയന്ത്രിക്കും. പക്ഷെ സ്വപ്നം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. സാത്താൻ എവിടെ വരും? നമ്മുടെ സ്വപ്നത്തിന്റെ മണ്ഡലങ്ങളിൽ വരും. ആ സ്വപ്ന മേഖലകളിൽ വന്ന് അവൻ പല കാഴ്ചകൾ നിങ്ങളെ കാണിക്കും, ഭയപ്പെടുത്താനായി കാണിക്കും, നിങ്ങളെ പ്രലോഭിപ്പിക്കാനായിട്ട് കാണിക്കും, നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് കാണിക്കും. അങ്ങനെ പല നിലയുള്ള ചിന്തകൾ നിങ്ങളെ വൈകാരികമായി നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന നിലകളിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഏതെങ്കിലും ഒരു 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 തകർച്ചയെ കുറിച്ച് സ്വപ്നം കാണിക്കുകയോ നിങ്ങളെ തന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന നിലയുള്ള മറ്റേതെങ്കിലും രീതിയിലുള്ള കാണിക്കുകയൊക്കെ ചെയ്ത് നിങ്ങളെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫിൽട്ടർ ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാൽ, ഉപവാസ ദിവസം നമ്മുടെ ആത്മാവ് സെൻസിറ്റീവ് ആവുകയാണ്. ആ സെൻസിറ്റീവ് ആകുമ്പോൾ നിങ്ങൾ ആത്മീയ സ്വീകരണ ശേഷി നിങ്ങളിൽ വർദ്ധിക്കും.
ആത്മീയ സ്വീകരണ ശേഷി. കർത്താവ് എന്ത് നമ്മുടെ മേൽ ആ സമയം ഇമ്പാർട്ട് ചെയ്താലും ഡയറക്റ്റ് സ്പിരിറ്റ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും വികാരങ്ങളും എല്ലാം സെൻസിറ്റീവ് ആയിരിക്കും. വേഗത്തിൽ നമ്മൾ വേദനിക്കപ്പെടാനും വേഗത്തിൽ നമ്മൾ ചാർജ് ആകാനും അത് മതി. അതുകൊണ്ട് ഈ സ്വപ്നം എന്നെ ദൈവം കാണിച്ചതാണോ അതോ ഇത് പൈശാചിക രാജ്യത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണോ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിൽ നിന്ന് ഉറപ്പ് വാങ്ങിയതിനു ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, വിവേചിക്കുക. വചനത്തെയും ദൈവത്തിന്റെ സ്വഭാവത്തെയും സത്യത്തെയും അടിസ്ഥാനമാക്കി നിങ്ങൾ വിവേചിക്കുക. കണ്ട സ്വപ്നം എന്താണ്, കാണിച്ചതിന്റെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ, ഇത് ദൈവം എനിക്ക് തന്ന മുന്നറിയിപ്പാണോ അതോ പിശാച് എന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടതാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വിവേചിക്കുക. ഉപവാസ ദിവസം നിങ്ങൾ എടുക്കണം. മറ്റൊരു പ്രിവെൻഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപവാസം എന്റെ അനുഗ്രഹത്തിന്. എല്ലാവരും ഇങ്ങനെയാണ് ഉപവാസം. എല്ലാവരും ഏറെക്കുറെ ആൾക്കാർ ഇങ്ങനെയാണ് ഉപവാസം. അനുഗ്രഹിക്കപ്പെടാൻ തന്നെ. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെടാൻ തന്നെ ഒരു സംശയമില്ല. പക്ഷേ ഉപവാസം വ്യക്തിപരമായ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല, പകരം ആത്മീയ വർധനവയ്ക്ക് വേണ്ടി, ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥിരപ്പെടുത്താൻ വേണ്ടി എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടോളൂ. എസ്തേറിന്റെ പ്രവചന പുസ്തകത്തിൽ എസ്തർ ഉപവസിച്ചത് എന്തിനാ? തന്റെ വ്യക്തിപരമായ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണോ? അല്ല, പകരം ഒരു ജനത, ഒരു സമൂഹം മുഴുവനും വിടിവിക്കപ്പെടണം, രക്ഷപ്പെടണം. ഒരു സമൂഹത്തിന്റെ മുഴുവൻ, ജനതയുടെ മുഴുവൻ ചരിത്രം മാറണം എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് താൻ ഉപവസിച്ചത് ദൈവസന്നിധി. അപ്പോൾ നമ്മുടെ ഉപവാസം കൊണ്ട് ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ട എന്താ പ്രയോജനം? അപ്പോൾ എന്റെ ഉപവാസം കൊണ്ട് ഒരു സമൂഹം തന്നെ അനുഗ്രഹിക്കപ്പെട്ട, ഒരു ജനത തന്നെ അനുഗ്രഹിക്കപ്പെട്ടാൽ, മറ്റു ചിലരും കൂടെ അനുഗ്രഹിക്കപ്പെട്ടാൽ അത് ഏറ്റവും ഫലവത്തല്ലേ എന്റെ ആ ഒരു ഉപവാസം എന്ന ഒരു ധാരണയിലേക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ ഉപവാസം എന്നത് നാം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായിരിക്കണം. നമ്മളെ കൊണ്ട് പ്രയോജനമാണ്. ഉപവാസ ദിവസങ്ങളിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉപവാസ ദിവസം നമുക്ക് പറ്റുമെങ്കിൽ ഒരു വ്യക്തിക്ക് നന്മ ചെയ്യണം. ഉപവാസ ദിവസം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യണം. ഞാൻ മുന്നത്തെ മെസ്സേജിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉപവാസങ്ങളെ കുറിച്ചുള്ള ഒത്തിരി മെസ്സേജുകൾ ഈ യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മൾ നന്മ ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണം, ഒരു പുതിയ തീരുമാനം എടുക്കണം, നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു അനുഗ്രഹമായി മാറണം, നമ്മൾ പലതും പുറത്തു കൊടുക്കണം, പലതും നമ്മൾ ക്ഷമിക്കണം. അങ്ങനെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആവർത്തിക്കാനുള്ള സമയമില്ല. സോ വ്യക്തിപരമായ വിടുതലിനായി, കുടുംബത്തിനായി, ശുശ്രൂഷയ്ക്കായി, തലമുറകൾക്കായി എന്നുള്ളതിൽ നിന്ന് ഇതെല്ലാം നമുക്ക് വേണമെന്നല്ല, ഉള്ളതിൽ നിന്ന് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ഉപവാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഒരാത്മീയ ആക്രമണവും നമുക്ക് നിരവരത്തില്ല. അവിടുന്ന് ശ്രമിക്കും, പക്ഷെ നമ്മളോട് അടുത്ത് വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. ലാസ്റ്റ് പോയിന്റ്, ഉപവാസ ദിവസം നമുക്ക് ആക്ച്വലി സംഭവിക്കുന്നത് ക്ഷീണമല്ല. ഉപവാസ ദിവസം നമുക്ക് ഉപവാസ ദിവസങ്ങളിൽ ക്ഷീണിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. ശരീരമല്ല ഉപവാസ ദിവസങ്ങളിൽ ക്ഷീണിക്കുന്ന മനസ്സിനെയാണ്. പലപ്പോഴും പലരും ഇത്ര ദിവസം, ഞാനൊരു 3 ദിവസം, 7 ദിവസം, 21 ദിവസങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ആദ്യത്തെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചലനവും ഇല്ലല്ലോ, വിഷയത്തിന് ഒരു ചലനവും ഇല്ലല്ലോ, ഒരു മാറ്റവും കാണുന്നില്ല, ഒരു ചെറിയ ശതമാനം പോലും മാറ്റം കാണുന്നില്ലല്ലോ. നമ്മുടെ ആ ഒരു തീരുമാനം അതൊരു പൈശാചിക ടെംപ്റ്റേഷൻ, അതൊരു സാത്താന്യ ആക്രമണമാണ്. അതായത് 21 ദിവസം പ്രിവ്യൂ നോക്കാതെ ഉപവസിച്ച ഒരു മനുഷ്യനാണ് ദാനിയേൽ. 21 ദിവസം. 1ാമത്തെ ദിവസം തന്നെ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വർഗം അയച്ചിട്ട് 21ാമത്തെ ദിവസമാണ് ദാനിയേലിന്റെ കൈ കിട്ടുന്നത്. ആ മനുഷ്യൻ ഒരു പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കിയെങ്കിൽ ബാക്കി ദിവസങ്ങളിലൊന്നും ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ലല്ലോ കർത്താവെ, നീ എന്നെ കാണുന്നില്ലെന്നെങ്കിലും ചോദിക്കണ്ടേ. എന്നാൽ അങ്ങനെയൊന്നും ചോദിക്കാതെ ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുത്ത ആ മനുഷ്യനെ പോലെ തിരിഞ്ഞു നോക്കാതെ 21 ദിവസം എനിക്ക് ഉപവസിക്കാൻ പറ്റി. 21 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റിയല്ലോ, ദൈവത്തിന് സ്തോത്രം. തടസ്സങ്ങളില്ലാതെ ഇരിക്കാൻ പറ്റിയല്ലോ, ദൈവത്തിന് സ്തോത്രം. ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കാൻ പറ്റിയല്ലോ, ദൈവത്തിന് സ്തോത്രം എന്ന മനോഭാവത്തോടെ നമുക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ നീ മറുപടിയും കൊണ്ട് ഇരിക്കുന്നിടത്ത് നീ എഴുന്നേൽക്കത്തുള്ളൂ. ഇതൊരു ദൈവശബ്ദമാണ്. നിങ്ങൾക്ക് ആമേൻ പറയാം. നീ മറുപടിയും കൊണ്ട് എഴുന്നേൽക്കത്തുള്ളൂ. ഞാൻ 7 ദിവസം ഉപവസം തീരുമാനിച്ചു, 6 ദിവസമായിട്ടും ചലനമില്ലല്ലോ എന്ന് പറയാത്ത ഒരു വ്യക്തിയായി ഞാൻ മാറുമെന്നൊരു തീരുമാനം എടുത്തേ. ഹല്ലേലൂയ. ഒരു പോയിന്റോട് പറഞ്ഞോട്ടെ, നിങ്ങളുടെ സമ്മതത്തോടെ ഒരു കാര്യം നമ്മൾ തീരുമാനം എടുക്കണം.
ഉപവാസ ദിവസം നമുക്ക് വാതിൽ തുറക്കും. ആ തുറക്കുന്ന വാതിലുകൾ ഉപവാസം കഴിഞ്ഞാൽ സംരക്ഷിക്കപ്പെടണം. നമ്മൾ ഉപവാസ കാലത്ത് വലിയ ആത്മീയ ഉണർവ് അനുഭവിക്കും. നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിൽ നമ്മൾ സജീവമാകും, കൂട്ടായ്മയിൽ സജീവമാകും, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ഉപവാസം കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യും. സ്പെഷ്യൽ മീറ്റിങ്ങുകൾക്ക് മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു കോൺസ്റ്റന്റ് ആയ ഒരു വ്യക്തിത്വമായി, ഒരു ആത്മീയ വ്യക്തിത്വമായി നമ്മൾ നിലകൊള്ളും. നമ്മൾ സ്പെഷ്യലായി മാറും. ചില കാര്യങ്ങൾ സ്പെഷ്യൽ ആകുന്നത് നല്ലതാണ്, പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾക്കകത്ത് മാത്രം സ്പെഷ്യലായി മാറണം. സ്പെഷ്യൽ മീറ്റിംഗ്, സ്പെഷ്യൽ പ്രയർ, സ്പെഷ്യൽ കോൺഫറൻസ്, അങ്ങനെയുള്ള ചില സ്പെഷ്യൽ മാത്രം തേടി പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ ആത്മീയ അവതാളത്തിലേക്ക് നമ്മൾ പോയിച്ചാൽ. അതുകൊണ്ട് അങ്ങനത്തെ തീരുമാനം, സ്പെഷ്യൽ ആണെങ്കിൽ ഞാൻ ഇന്നൊന്ന് മാറാം, സ്പെഷ്യൽ മീറ്റിംഗ് ആണെങ്കിൽ ഞാൻ ഇന്നൊന്ന് അറ്റൻഡ് ചെയ്യാം, സ്പെഷ്യൽ പ്രയർ ആണെങ്കിൽ ഞാൻ ഇന്നൊന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പൊ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ എനിക്ക് സൗകര്യം ഉള്ളതുപോലെ ഞാൻ അതിനകത്ത് സഹകരിച്ചോളാം എന്നല്ലേ അതിനകത്ത് കിടക്കുന്ന ഒരു അദൃശ്യമാകുന്ന തീരുമാനം. അപ്പോൾ നമുക്ക് ഉപവാസ ദിവസങ്ങളിൽ ചിലത് നമുക്ക് സാധിക്കുമെങ്കിൽ ബാക്കി ദിവസങ്ങളിൽ നമുക്ക് സാധിക്കും. സാധിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഏറ്റവും നല്ല സാധ്യത വരട്ടെ അന്നേരം ഞാനത് ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ നിന്ന് ഉപവാസ ദിവസങ്ങളിൽ എങ്ങനെ നമ്മൾ ചില സിസ്റ്റം ക്രിയേറ്റ് ചെയ്തോ, ഡിസിഷൻ നമ്മൾ എടുത്തോ, അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് നമുക്ക് തുറക്കപ്പെട്ട വാതിൽ എന്നേക്കും തുറന്നിരിക്കാനുള്ള മാനദണ്ഡം. അതുകൊണ്ട് ഈ ഉപവാസ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരെ ആത്മീയ ആക്രമണങ്ങൾ കടന്നു വരികയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ വരികയാണ്, ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. ഏതൊരു ആത്മീയ ആക്രമണവും അത് ഒരു പൈശാചിക ആക്രമണമല്ല, അത് ആത്മമണ്ഡലം നിങ്ങൾക്ക് തരുന്ന ചില മുന്നറിയിപ്പുകളാണ്. നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ചിലതുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ചിലതുണ്ട്, നിങ്ങളുടെ ഓർമ്മകളിൽ ഇങ്ങനെ ചിലതുണ്ട്. ഇതെല്ലാം ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാകാം. അതേസമയം പൈശാചിക രാജ്യത്തിൽ നിന്നും നമുക്ക് ചില ആക്രമണങ്ങൾ ഉണ്ടാകാം. ഞാൻ ഉറപ്പ് തരുന്ന ഉപവാസ ദിവസം ദൈവം നമുക്കൊരു പ്രത്യേക സംരക്ഷണം തരും. ഉപവസിച്ച് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആത്മീയ മുന്നൊരുക്കങ്ങൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കുക. നിങ്ങൾ സകലത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ഭദ്രതയോടെ പ്രാർത്ഥിച്ച് ദൈവിക സംരക്ഷണം നിങ്ങൾ ആവശ്യപ്പെടുക. കർത്താവേ, അങ്ങയുടെ കൈകളിൽ ഞാൻ എനിക്കുള്ളതെല്ലാം ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് അതിനെ മുദ്ര വെച്ച് സംരക്ഷിക്കണമേ. ഒരു തിന്മയും അതിനെ തൊടാതെ വണ്ണം ദൈവം പരിപാലിക്കണമേ. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും എനിക്കൊരു വിടുതൽ കിട്ടുക എന്ന ഇതിലുപരി എന്റെ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ വളർച്ചയും ഒരു വിവേകവും എന്നിൽ തുറന്നു വരുവാനും കൂടെ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സമക്ഷം വീഴുക. സ്വർഗം നിങ്ങളെ സംരക്ഷിക്കും, തീർച്ചയായിട്ടും സംരക്ഷിക്കും. തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഉപവാസങ്ങളെല്ലാം ഏറ്റവും അധികം ഫലവത്താകാനും 100% സക്സസ് ആകാനും ഞങ്ങളും നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഞങ്ങളും ഈ നാളുകളിൽ ഫാസ്റ്റിംഗിലാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒക്കെ ലിങ്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ, അതായത് ഈ ചാനലിന്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിന്റെ ഒരു ഗ്രൂപ്പ് ലിങ്ക് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. എല്ലാ ദിവസവും വരുന്ന മെസ്സേജുകളും സ്പെഷ്യൽ മെസ്സേജുകളും ഒക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഞങ്ങൾ അയച്ച് നൽകാറുണ്ട്. നിങ്ങൾക്കും അത് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഈ സന്ദേശത്തിന് ഒരു ലൈക്ക് കൊടുക്കുമോ, മറ്റുള്ളവർക്കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുമോ. അങ്ങനെ നിങ്ങളെ പോലെ മറ്റുള്ളവർ കൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണാം. ഗോഡ് ബ്ലസ് യു.